Hey all, welcome to Inspire Technical BSc. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെക്ഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നമുക്ക് യൂസ്ഫുൾ ആയി വരുന്ന പ്രധാനപ്പെട്ട എക്സാമിനേഷൻസിൽ വരാനുള്ളത് ഇറിഗേഷൻ ഓവർസിയർ ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3, അതുപോലെ തന്നെ KW ഓവർസിയർ ഗ്രേഡ് 2 ആൻഡ് 3, ദെൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പൊ നമ്മൾ ഇന്നലത്തെ റൈറ്റ് സെക്ഷൻ നമുക്ക് കുറച്ച് എന്താ പറയുക കറണ്ട് പ്രശ്നം ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അതിന്റെ റെക്കോർഡ് സെക്ഷൻസ് ആഡ് ചെയ്യാന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അതിന്റെ ബാക്കിയായിട്ട് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പുള്ള ദിവസത്തിന്റെ ബാക്കി ടോപ്പിക്സ് നമുക്ക് ലൈവായിട്ട് തന്നെ കണ്ടക്ട് ചെയ്ത് പോകാം. അപ്പൊ അതുകൊണ്ടാണ് ഇത് പുതിയ സെക്ഷൻ ആയിട്ട് നമ്മൾ റെക്കോർഡ് സെക്ഷൻ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ നോക്കാം എന്താണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു കമ്പാരിസൺ ആണ് അല്ലെ. ഒരു അൺനോൺ ക്വാണ്ടിറ്റിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് എപ്പോഴും അത് കണ്ടുപിടിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഷർമെന്റിന് വേണ്ടിയിട്ട് ഒരു ഈസിനെസിന് വേണ്ടിയിട്ടാണ് യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമുക്കൊരു സ്റ്റാൻഡേർഡ് സിസ്റ്റം ആയിട്ടൊക്കെ ഏകദേശം 1960-ലാണ് ഒരു മെഷർമെന്റ്സിന് വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് നടക്കുകയും അങ്ങനെ സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ SI രൂപീകൃതമാവുന്നു. അങ്ങനെ കുറെ യൂണിറ്റ്സ് ഇന്റർനാഷണലി ഇന്ന സംഭവത്തിന് ഇന്ന യൂണിറ്റ് ഇതായിരിക്കണം ബേസ് യൂണിറ്റ് വേണ്ടത്, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ടുപോകും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ എല്ലാ യൂണിറ്റ്സുകളിലും തരത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽസിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ലെങ്ത്, മാസ്, ടൈം, ഈ 3 കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഏതൊക്കെയാണ്? ലെങ്ത്, മാസ് ആൻഡ് ടൈം. Okay, fundamental quantities are the quantities which cannot be expressed in terms of any other physical quantity എന്നാണ് പറയാം. Okay, അപ്പൊ ലെങ്ത്, മാസ്, ടൈം, ലെങ്ത്, മാസ്, ടൈം നോർമലി റെപ്രസെന്റ് ചെയ്യുന്ന 3 ലെറ്റേഴ്സ് M and L T ആണ്. M L T, MLT. മാസിന് M എന്നും ലെങ്ത്തിന് L എന്നും ടൈമിന് T എന്നും നമ്മൾ എന്ത് ചെയ്യും, ഡിനോട്ട് ചെയ്യും. എപ്പോഴാണ് നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് നടത്തുന്ന സമയത്താണ് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കിയിരിക്കാം. നെക്സ്റ്റ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ബാക്കി യൂണിറ്റ്സുകൾ നമ്മൾ പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇപ്പൊ സപ്പോസ് ഏരിയ, വോളിയം, ഡെൻസിറ്റി. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞതാണ് ഇപ്പം ഒരു ജസ്റ്റ് ഒരു റെക്ടാംഗിൾ പീസ് എടുത്തു വിചാരിക്കാം. ഇപ്പൊ L/B ആണ് അല്ലെ, L/B ആണ്. അപ്പൊ ഇവിടെ ആക്ച്വലി ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ് വരുന്നത്. ആക്ച്വലി അല്ലെ, ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ് വരുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? LBH ആണ്. ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ് വരുന്നത്. അപ്പൊ 3 ഓൾറെഡി ഉണ്ടായിരുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇത് ബേസിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ് SI ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 11ാമത്തെ 11th ഇന്റർനാഷണൽ കോൺഫറൻസ് വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ കോൺഫറൻസിലാണ് സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഭവം എഗ്രി ചെയ്യുന്നത്. അത് പ്രകാരം 7 യൂണിറ്റ്സ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ, 7 യൂണിറ്റ്സും 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്. ഇത് എല്ലാവർക്കും അറിയാം. അതായത് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ടൈമിന്റെ സെക്കൻഡ് ആണ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. അതുപോലെ ഇലക്ട്രിക് കറണ്ട് ആംബിയർ ആണ്, ടെമ്പറേച്ചർ കെൽവിൻ ആണ്, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില ആണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് വരുന്നത്. ഓക്കെ, സപ്ലിമെന്ററി ക്വാണ്ടിറ്റി ആയിട്ടാണ് ഒന്ന് പ്ലെയിൻ ആംഗിളും ആൻഡ് സോളിഡ് ആംഗിളും പറയുന്നത്. പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത് റേഡിയനിലും, ഓക്കെ, അതുപോലെ സോളിഡ് ആംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റെറേഡിയനിലും ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാസ്, ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്. MLT നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇലക്ട്രിക് കറണ്ട് ആംബിയർ ആണ്, ടെമ്പറേച്ചർ കെൽവിൻ ആൻഡ് ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ ആണ്, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില ആണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്, പ്ലെയിൻ ആംഗിൾ റേഡിയൻ ആണ്, സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയൻ ആണ്. കാരണം നമുക്ക് ഇപ്പോൾ ഉള്ള പരീക്ഷകൾക്ക് എന്ത് വന്നിട്ടില്ല, സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. കാരണം ഈ അതേ ഗ്രേഡിന്റെ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്തുകൊള്ളുക. നെക്സ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, നമ്മളൊന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് അതിന്റെ യൂണിറ്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഏരിയ. ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ടു സൈഡ് ആണ്, അതുകൊണ്ട് മീറ്റർ സ്ക്വയർ നമുക്ക് പറയാം. വോളിയം എന്ന് പറഞ്ഞാൽ സൈഡ് ടു സൈഡ് ആണ്, അതുകൊണ്ട് മീറ്റർ ക്യൂബ് ആണ്. ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ് അല്ലെ. ഓക്കെ,
ദെൻ മാസ് ബൈ വോളിയാണ്. അപ്പൊ കിലോഗ്രാം മീറ്റർ ഇൻവേഴ്സ് ക്യൂബിലാണ് ഇവിടെ പറയുന്നത് നോക്കുക. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, അതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം ആണ്. എല്ലാം നമുക്ക് അറിയുന്ന യൂണിറ്റ്സ് ആണ്, എല്ലാം വെൽ നോൺ യൂണിറ്റ്സ് ആണ്. നമ്മൾ ബേസിക്സിൽ നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് ഫിസിക്സിൽ പഠിച്ച യൂണിറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഏരിയ, വോളിയം, ഡെൻസിറ്റി, വെലോസിറ്റി, ആക്സിലറേഷൻ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്കൊന്നും ആർക്കും വലിയ സംശയം ഇല്ലാത്തൊരു ഏരിയ ആണ്. ഫസ്റ്റ് ഒരു 5 എണ്ണം ഒന്നാണ് അല്ലെ. ഫസ്റ്റ് 5 എന്ന് പറയുന്നത് വെരി ഈസിയാണ്, ആക്സിലറേഷൻ വരുന്നത്. ഈ 5 എണ്ണം ഒന്ന് കൃത്യമായി പഠിക്കുക. കാരണം എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഈസി ആയിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ കുറച്ച് സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഒന്ന് മൊമെന്റം, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം എന്ന് പറയുന്നത്. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റം എന്ന് പറയുന്നത്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ്. അതെല്ലാവർക്കും അറിയാൻ എനിക്ക് തോന്നുന്നു. F is equal to ma, F is equal to m into a, mass into acceleration, momentum mass into velocity. Okay, m into v ആണ് momentum എന്ന് പറയുന്നത്. ഇമ്പൾസ് എന്ന ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഇമ്പൾസ് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. വർക്ക് അല്ലെങ്കിൽ എനർജി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. കാരണം വർക്കിന്റെ എനർജി യൂണിറ്റ് സെയിം ആണ്, ഓർത്തിരിക്കുക. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അതുകൊണ്ട് അത് ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ എന്ന് നമുക്ക് അതിനെ പറയാം. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. അപ്പൊ അതാണ് ന്യൂട്ടൺ മീറ്റർ. ഇവിടെ നോക്കുക, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. ന്യൂട്ടൺ മീറ്ററിനെ നമുക്ക് വാട്ട് എന്നും, ഓക്കെ, വാട്ട് പെർ സെക്കൻഡിനെ സോറി ജൂൾ എന്നും, ജൂൾ പെർ സെക്കൻഡിനെ വാട്ട് എന്നും പറയാൻ പറ്റും. ജൂൾ പെർ സെക്കൻഡ് ആണ് വാട്ട്, ഓർത്തിരിക്കുക കേട്ടോ. ജൂൾ പെർ സെക്കൻഡ് ആണ് വാട്ട്. ബേസിക് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെ ഏരിയയിൽ നിന്നും കയറി വരും. ഈവൻ ദോ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കുമ്പോൾ സ്ട്രക്ടോമീറ്റേഴ്സ് പഠിക്കുമ്പോഴൊക്കെ ഈ ഭാഗത്ത് നിന്ന് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഓർത്തിരിക്കുക. അതായത് ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അറിയുമെങ്കിൽ മാത്രം അത് ചെയ്യുന്ന രീതി. ഈവൻ ദോ സർഫേസ് ടെൻഷന്റെ യൂണിറ്റ് ജൂൾ പെർ മീറ്റർ സ്ക്വയർ എന്നാണോ വന്നിട്ടുണ്ടായിരുന്നു. ന്യൂട്ടൺ മീറ്റർ ഒക്കെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ ഈ ജൂളിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും എന്ന് പറയണം, ന്യൂട്ടൺ മീറ്റർ എന്ന് എഴുതാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ജൂൾ പെർ മീറ്റർ സ്ക്വയർ വരുമ്പോൾ ന്യൂട്ടൺ മീറ്റർ പെർ മീറ്റർ സ്ക്വയർ വരും. ഒരു മീറ്റർ സ്ക്വയറും ഒരു മീറ്റർ ക്യാൻസൽ ആവും, ന്യൂട്ടൺ മീറ്റർ ഫൈനലൈസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ആ കൺസെപ്റ്റിലേക്ക് എത്തണമെങ്കിലും നമ്മൾ ഈ ഫണ്ടമെന്റൽ എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം എന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആണല്ലോ? എത്രയാണ്? 10 ഞാൻ ആകെ പഠിക്കാൻ പറയുന്നുള്ളൂ. ഇത് പഠിക്കാണ്ട് മുമ്പോട്ട് പോകരുത്. ഒന്ന് ഏരിയ, വോളിയം, ഡെൻസിറ്റി, വെലോസിറ്റി, ആക്സിലറേഷൻ വെൽ നോൺ ആണ്. മൊമെന്റം മാസിന്റെ വെലോസിറ്റി ആണ്. ഫോഴ്സ് മാസിന്റെ ആക്സിലറേഷൻ ആണ്. ഇമ്പൾസ് ഫോഴ്സിന്റെ ടൈം ആണ്. വർക്ക് അല്ലെങ്കിൽ എനർജി ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അത് ജൂൾ എന്ന് അറിയപ്പെടുന്നു. പവർ വർക്ക് ബൈ ടൈം ആണ്, അതായത് ജൂൾ പെർ എന്ന് പറയാം, ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയാം. അതൊക്കെ വാട്ട് എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ടിൽ നൗ ഇറ്റ്സ് ക്ലിയർ. 10 ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും അതിന്റെ യൂണിറ്റുമാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഫോർമുലയും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഫോർമുല ആൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഫോർമുല അറിയണം എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നോക്കാം, ഇത് എങ്ങനെ ഡിറൈവ് ചെയ്യാം. ഡയമെൻഷണൽ ഫോർമുല, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഏരിയ, ബേസിക്സ് എന്ന ഈ പറഞ്ഞ 10 എണ്ണത്തിന് ഡയമെൻഷൻ ഫോർമുലയാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഏരിയ ആണ്, സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് MLT L ആണ്. അപ്പൊ L ഇൻറ്റു L ആണ്, അവിടെ L സ്ക്വയർ. അപ്പൊ ഡയമെൻഷണൽ ഫോർമുല ഫോർ ഏരിയ L സ്ക്വയർ. ഇസ് ഇറ്റ് ക്ലിയർ? ഡയമെൻഷണൽ ഫോർമുല ഫോർ ഏരിയ എന്ന് പറഞ്ഞാൽ L സ്ക്വയർ ആണ്. യാതൊരുവിധ ഡിഫിക്കൽട്ടി ഇവിടെ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് വൺ വോളിയം. ഓക്കെ, വോളിയം ഓഫ് ദി ക്യൂബ്, സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ ഡയമെൻഷൻ ഫോർമുല ചെയ്ത് കഴിഞ്ഞാൽ L ക്യൂബ് എന്ന് വരും. L ക്യൂബ്. ഓക്കെ, L ക്യൂബ്. നെക്സ്റ്റ് ഡെൻസിറ്റി. ഡെൻസിറ്റി നമുക്ക് എന്ത് പറയാം? മാസ് ബൈ വോളിയം എന്ന് പറയാം അല്ലെ. അപ്ലൈങ് ഡയമെൻഷൻസ് ഓഫ് മാസിന്റേത് M ആണ്. ഡെൻസിറ്റി വോളിയം എന്ന് പറഞ്ഞാൽ L ക്യൂബ് ആണ്. നമ്മൾ തൊട്ട് വോളിയം പറഞ്ഞു L ക്യൂബ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ M ബൈ L ക്യൂബ്. അപ്പോൾ ML ഇൻവേഴ്സ് ക്യൂബ് എന്ന് നമുക്ക് മാറ്റി എഴുതാം. അപ്പൊ ഡയമെൻഷൻ ഫോർമുല ഫോർ ഡെൻസിറ്റി ML ഇൻവേഴ്സ് ക്യൂബ് ആണ്. ഓർത്തിരിക്കാം, സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ ഇതിന്റെ PDF നമ്മുടെ കോഴ്സിൽ ലിസ്റ്റിൽ ആഡ് ചെയ്യും. PDF ആഡ് ചെയ്യും, നിങ്ങൾക്ക് അത് റെഫർ ചെയ്താൽ മതി കേട്ടോ. യു ക്യാൻ റെഫർ. അതായത് ഇപ്പം മുമ്പ് നടന്ന ചാർട്ടൊക്കെ കുറച്ച് ലെങ്തി ചാർട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ PDF യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താ പറയുക, ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് റെഫർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സൈറ്റിൽ നിന്ന് എല്ലാ PDF നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന് കൂടെ തന്നെ ഇതും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിൽ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഹെഡിങ്ങിലായിരിക്കും ഇത് ആഡ് ചെയ്യുക. കാരണം വാട്ടർ അതോറിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ 7 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് രണ്ടും എന്താ മിസ്മാച്ച് ചെയ്യേണ്ട. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ രീതിയിൽ തന്നെ ആഡ് ചെയ്തോളാം. നെക്സ്റ്റ് വെലോസിറ്റി. വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത് ബൈ ടൈം LT ഇൻവേഴ്സ്. ഓക്കെ, ഒരു ഡിഫിക്കൽട്ടി അവിടെ വരുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ആക്സിലറേഷൻ.
വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി ഇനി നമുക്ക് എന്ത് എഴുതാം? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എഴുതാം. ടൈം മാറ്റി എഴുതും. ഞാൻ തന്നെ സ്പ്ലിറ്റ് ആൻഡ് മെർജ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക. സ്പ്ലിറ്റ് ആൻഡ് മെർജ്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യാം, ദെൻ മെർജ് ചെയ്യാം. അപ്പോൾ സ്പ്ലിറ്റ് വെലോസിറ്റി ടൈം ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമും 1 ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം നമുക്കറിയാം അല്ലെ? വെലോസിറ്റിയുടെ നമുക്കറിയാം ഏതായിരുന്നു? LT ഇൻവേഴ്സ് ആയിരുന്നു. പിന്നെ ഒരു സംഭവം കൂടി, ഒരു ടൈം കൂടെ ഡിനോമിനേറ്റർ പേര് വരികയാണ്. അപ്പോഴാണ് LT ഇൻവേഴ്സ് സ്ക്വയർ വന്നു. ക്ലിയർ? അപ്പോൾ L ബൈ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇൻറ്റു 1 ടൈം. അപ്പോൾ L ബൈ T ഇൻറ്റു T എന്ന് വരുന്നു. L ബൈ T സ്ക്വയർ LT ഇൻവേഴ്സ്. ഓക്കെ, ക്ലിയർ? ആക്സലറേഷൻ കിട്ടി. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടതാണ് മൊമെന്റം. മൊമെന്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസ് ഇൻറ്റു വെലോസിറ്റി ആയിരുന്നു. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഓക്കെ, അപ്പൊ L ബൈ T ആണ്. അപ്പൊ ഇവിടെ ഒരു M കൂടെ കയറി വന്നു. അപ്പൊ ML T ഇൻവേഴ്സ് വരും. M ഇൻറ്റു L ഇൻറ്റു T ഇൻവേഴ്സ്. മൊമെന്റം M ഇൻറ്റു L ബൈ T ആണ്. ML T ഇൻവേഴ്സ്. അപ്പൊ 6 കഴിഞ്ഞു. എനിക്കൊന്നും വേറെ ഒരു ഡിഫിക്കൽട്ടി ഇവിടെ ഇല്ല. നമ്മൾ ആ സ്പ്ലിറ്റ് ആൻഡ് മെർജ് കൃത്യമായി യൂസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ടി. അപ്പൊ മാത്രം നമുക്ക് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. അല്ലെങ്കിൽ വളരെ കൂളാണ്. നമുക്ക് 2 സെക്കൻഡോടൊക്കെ മീൻസ് കൃത്യമായി അറിയുന്ന ആൾക്കുണ്ടോ, ഇക്വേഷൻ കൃത്യമായി അറിയുന്ന ആൾക്കാർക്ക് ഒരു 10-15 സെക്കൻഡിനുള്ളിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. നെക്സ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അപ്പൊ മാസ് അവിടെ നിൽക്കട്ടെ, കാരണം അവിടെ വലിയ ബുദ്ധിമുട്ടില്ല. ആക്സലറേഷൻ നമ്മൾ വെലോസിറ്റി ബൈ ടൈം എന്ന് എഴുതണം. അപ്പൊ ഈ രണ്ടെണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. മാസ് ബൈ ടൈം അവിടെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ L ബൈ T ആണ്. മാസ് ബൈ M ബൈ T ആണ്. അപ്പൊ LT ഇൻവേഴ്സ് സ്ക്വയർ, M ഇൻറ്റു L T ഇൻവേഴ്സ് സ്ക്വയർ. ക്ലിയർ? ഡയമെൻഷൻ ഫോർമുല ഓഫ് ഫോഴ്സ് ആണ് MLT ഇൻവേഴ്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തിയത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ഇമ്പൾസ്. ഫോഴ്സിന്റെ ടൈം ആണ് നമ്മൾ ഇമ്പൾസ് പഠിച്ചത്. ഫോഴ്സിന്റെ ടൈം. ഈ ഫോഴ്സ് നമുക്ക് ഓൾറെഡി ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് നേരെ ടൈം കൊണ്ട് ചെയ്താൽ മതി. ഫോഴ്സ് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നേരെ ടൈം കൊണ്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ടൈം തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. മാസ് ഇൻറ്റു ആക്സലറേഷൻ ടൈം. മാസിന്റെ ടൈം നമുക്കറിയാം. ഇവിടെ ആക്സലറേഷൻ വെലോസിറ്റി ബൈ ടൈം എന്ന് എഴുതി. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ടൈം ഉണ്ട്, ഇവിടെ ടൈം ഉണ്ട്. നമുക്ക് ഒഴിവാക്കാം അല്ലെ? ടൈം ഇൻറ്റു ടൈം ആണ്. മാസിന്റെ വെലോസിറ്റി തന്നെ ചെയ്താൽ മതി. അപ്പൊ മാസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. മാസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വളരെ കൂളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ML T ഇൻവേഴ്സ്. ക്ലിയർ? M ഇൻറ്റു L ഇൻറ്റു T ഇൻവേഴ്സ്. ഇമ്പൾസ്. ഇമ്പൾസും നമ്മളവിടെ ക്ലിയർ ചെയ്തു. നെക്സ്റ്റ് വർക്ക് അല്ലെങ്കിൽ എനർജി. ഞാൻ പറഞ്ഞത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് അവിടെ നിന്നോട്ടെ. ആക്സലറേഷൻ മാത്രമേ നമുക്ക് പ്രശ്നമാകാനാവുന്നുള്ളൂ. വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ബൈ ടൈം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ വെലോസിറ്റി നമുക്ക് ഇനി പ്രശ്നമാണ്. അപ്പൊ മാസ് ബൈ ടൈം മാറ്റിയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ മാസ് ഇവിടെ നിൽക്കുന്നു. ഓക്കെ, L ബൈ T. ക്ലിയർ? 2 ഡിസ്പ്ലേസ്മെന്റും 2 ടൈമും. 2 ഡിസ്പ്ലേസ്മെന്റും 2 ടൈമുമാണ് വരിക. അപ്പൊ ML സ്ക്വയർ T ഇൻവേഴ്സ് സ്ക്വയർ. ഡയമെൻഷൻ ഫോർമുല ML സ്ക്വയർ T ഇൻവേഴ്സ് സ്ക്വയർ. ഓക്കെ, നിങ്ങൾ ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണ്ട. ഈ ML T ഇൻവേഴ്സ്, ML സ്ക്വയർ ഇൻവേഴ്സ് അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ ആ ബേസിക്സ് മാത്രം പഠിക്കുക. കൺസെപ്റ്റ് പഠിക്കുക. എങ്ങനെ, ഹൗ ക്യാൻ ബി ഡിറൈവ്ഡ്. നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള സമയം എന്തായാലും കിട്ടും. 1 മിനിറ്റ് ഇത് ഇനഫ് ആണ് നിങ്ങൾക്ക് ഇത് ചെയ്യാനെങ്കിൽ. നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി സമയം കളയണ്ട. കാരണം എല്ലാവരും ഡയമെൻഷൻ ഫോർമുല ഫോർ വർക്ക് ആൻഡ് എനർജി ഫൈനൽ റിസൾട്ട് മാത്രം ഇത് ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നത്. നിങ്ങൾക്ക് എന്തും കണ്ടുപിടിക്കാം അല്ലെ? സർഫേസ് ടെൻഷൻ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിക് ഇക്വേഷൻസ് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിരിക്കുക. സിമ്പിൾ ആണ്. അപ്പൊ ആ ബേസിക്സ് നമ്മളെ പറഞ്ഞ ഫസ്റ്റത്തെ 10 കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മൾ ഡയമെൻഷൻ ഫോർമുല ലാസ്റ്റത്തെ നമ്മൾ പറഞ്ഞത് പവർ ആയിരുന്നു. വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പം നമുക്കറിയാം പവറിൻ്റെത് ML T ഇൻവേഴ്സ് സ്ക്വയർ ആണ്. പിന്നെ അത് L ബൈ T. ഓക്കെ, ദെൻ ഡിസ്പ്ലേസ്മെന്റ് ടൈം L ബൈ T ബാക്കിയുള്ളൂ. അപ്പൊ ML സ്ക്വയർ T ഇൻവേഴ്സ് ക്യൂബ് എന്ന് ആൻസറിലേക്ക്. ഓക്കെ, അപ്പൊ ഡയമെൻഷൻ ഫോർമുല ഫോർ പവർ എന്ന് പറഞ്ഞാൽ ML സ്ക്വയർ T ഇൻവേഴ്സ്. അപ്പൊ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഇൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു റെക്കോർഡ് സെക്ഷൻ കൂടെ ആഡ് ചെയ്യും. അതിൽ സ്റ്റാറ്റിക്സ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സ്റ്റാറ്റിക്സ് ആവശ്യമായി വരുന്നത് പ്രധാനമായിട്ടും ഇറിഗേഷൻകാർക്കാണ്. ഇറിഗേഷൻ ഗ്രേഡ് 3 അതുകൊണ്ട് അത് അതിൽ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അതിൽ നമുക്ക് പ്രധാന ലാമിസ് തിയറം, അങ്ങനെ കുറച്ച് കപ്ലാനർ ഫോഴ്സസ്, നോൺ കപ്ലാനർ ഫോഴ്സസ്, കൺകറന്റ് ഫോഴ്സസ്, അങ്ങനത്തെ കാര്യങ്ങളും പാരലോഗ്രാം ലോയോ, അങ്ങനത്തെ കുറച്ച് ലോസ് ഒക്കെ ബേസിക് ആയിട്ട് വരും. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു
മലബാർ സിമന്റ് നടത്തിയ ക്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 അതിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് കയറി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിൽ സോറി ഹാർബറിന്റെ ഏതോ ഒരു ഗ്രേഡ് 2 എക്സാമിനേഷന് അത് കയറി വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ആ സ്റ്റാറ്റിക്സും കൂടെ നമ്മൾ എന്ത് ചെയ്യും നെക്സ്റ്റ് ഇതുപോലെ ഒരു റെക്കോർഡ് സെക്ഷൻസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് രാത്രി 10 മണിക്ക് ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ഇറിഗേഷൻ ഗ്രേഡ് 3 എക്സാമിന് ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യാം. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളാണ് ഇൻ ഡിപ്ലോമ. ഓക്കെ, ഡിപ്ലോമയ്ക്ക് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഫസ്റ്റ് ഇയർ പഠിച്ചാണ്. അപ്പൊ അതിന്റെ ഒരു ബേസിക്സ് ഉണ്ട്. അതുപോലെ MS ഓഫീസിന്റെ ബേസിക്സ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് വേർഡ്, അതിന്റെ മിനിമം സൈസ്, മാക്സിമം സൈസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻ വരും. വലിയ ഡിഫിക്കൽട്ടി ഇല്ല. പക്ഷെ നമ്മൾ അത് മുമ്പ് ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലെങ്കിൽ എക്സാം ഹാളിൽ നമുക്കൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന രീതിയിലായിരിക്കും അതിന്റെ ക്ലാസ് മുമ്പോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇന്ന് രാത്രി തന്നെ ക്ലാസ് നമുക്ക് നേരിട്ട് കാണാം. അതുവരെയും തൽക്കാലം ബൈ, ടേക്ക് കെയർ. എല്ലാവരും നന്നായി രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഇതുവരെയുള്ള സെക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് ഇറിഗേഷൻ ഗ്രേഡ് 3 എക്സാമിനേഷൻ ഈ ഞായറാഴ്ച ഉണ്ടായിരിക്കും. അതിനുള്ള പ്രിപ്പറേഷൻ കൂടെ നടത്തിക്കോളൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വല്ല വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെയും തൽക്കാലം ബൈ.